അടുത്ത നമ്മൾ ഇതിലെ നായകൻ നമ്മുടെ സ്വന്തം വിനീത് ശ്രീനിവാസനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ വിനീത് ശ്രീനിവാസന് ഒരുപാട് നായകൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹായ് വിനീത്. ഹായ് സുഖം. സുഖമായിരിക്കുന്നു. ഒരുപാട് കാലത്തിന് ശേഷം നായകനായിട്ടൊരു സിനിമ വരുന്നു, അതൊരു വൻ വിജയമാണ്. എന്ത് തോന്നുന്നു? അല്ല, നമ്മൾ നായകൻ എന്നുള്ളൊരു സംഭവമല്ല സെബാൻ. നമ്മൾ വർക്ക് ചെയ്യുന്നൊരു സിനിമ ആൾക്കാർ സ്വീകരിക്കുമ്പോൾ അതിനേക്കാളും സന്തോഷമുള്ളൊരു കാര്യമില്ല. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് നായകനാണല്ലോ. അല്ല, ഇതിൽ ഇപ്പം ഞാൻ സിനിമകൾ ചെയ്യുമ്പോൾ അങ്ങനെ നായകവേഷമാണോ അല്ലാത്തതാണോ അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ആണെങ്കിൽ അതിൽ ഒരു ചെറിയ സംഗതി ആണെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഡയറക്ഷൻ ചെയ്യുന്ന സിനിമകൾ വരുമ്പോൾ അതിൻ്റെ ഒരു ടൈമിൽ വരുന്ന സിനിമകളൊന്നും ഞാൻ ചെയ്യാറില്ല, എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതൊഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൊക്കെ വരുന്ന സ്ക്രിപ്റ്റ് നോക്കിയിട്ട് സ്ക്രിപ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെറിയ റോളാണെങ്കിൽ ചെയ്യാറ്. സത്യം, അതൊരു പറഞ്ഞ ക്യാരക്ടറാണ്. കാരണം നമ്മുടെ ഓം ശാന്തി ഓശാനയിലെ ചെറിയൊരു സംഭവം ചെയ്തു, അതൊക്കെ ഭയങ്കര ട്രാഫിക്കിലാണെങ്കിലും അധികമില്ല, ചെറിയൊരു സംഭവം. ട്രാഫിക്കിൽ വേറൊരു ബന്ധം കൂടെ ഉണ്ട് അല്ലേ, നമ്മുടെ നമിതയുടെ നായികയ്ക്ക് ഹാർട്ട് കൊടുത്ത വ്യക്തിയാണ് ഇരിക്കുന്നത്. അത് നമിത ഇങ്ങനെ പറയും, അതായത് ഹാർട്ട് കൊണ്ടുപോയത് ചാക്കോച്ചനാണ്, കൊണ്ടുപോകുന്നത് എൻ്റെ ഹാർട്ടാണ്. അപ്പം നമിത ചാക്കോച്ചൻ്റെ നായികയായിട്ട് പിന്നെ അഭിനയിച്ചു. പിന്നെ നിവിനാണെങ്കിൽ ട്രാഫിക്കിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. നിവിൻ്റെ നായികയായിട്ടാണ് നമിത വരുന്നത്. അപ്പോൾ ഭയങ്കര കണക്ഷനാണ്. സത്യം. കാരണം നിവിനുണ്ടല്ലോ മറ്റേ ലാസ്റ്റ് ഒരു ചെറിയ ട്രാഫിക്കിൽ. എന്തായാലും എന്ത് പ്രേക്ഷകർ എന്നുള്ള അല്ലെങ്കിൽ ഒരു നായകനായിട്ട് വന്നു കഴിഞ്ഞപ്പം ഈ ഒരു കഥാപാത്രത്തിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഇതുവരെ ചെയ്ത ഒരു ഇതൊന്നുമല്ല. ഇപ്പോൾ വിനീതാണെങ്കിൽ വിനീത് ഒരുപാട് സ്ക്രിപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ്, ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ എന്താണ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ വ്യത്യസ്തത എന്താണ്? ഇതിൽ ഈ സിനിമയിൽ ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഈ സ്ക്രിപ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഓരോ പേജും ഇങ്ങനെ മറിച്ച് പോകാനുള്ള ഒരു ആവേശം. അങ്ങനെയുള്ള സ്ക്രിപ്റ്റുകൾ നമ്മളെ കയ്യിൽ കിട്ടുന്നത് വളരെ റെയറാണ്. ശരിക്കും സ്ക്രിപ്റ്റ് തന്നെ കൈ കിട്ടുന്നത് റെയറാണ്. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ പേജ് ടേണിങ് മറിച്ച് നോക്കി വായിക്കാനുള്ളൊരു ടെൻഡൻസി ഉള്ളൊരു സ്ക്രിപ്റ്റ് കിട്ടുന്നത് അതിലും റെയറാണ്. അപ്പോൾ എനിക്ക് അൻവർ അത് എഴുതിപ്പോയ രീതി ഭയങ്കര ഇഷ്ടപ്പെട്ടു. വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ചെറിയൊരു സിനിമ, ചെറിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സിനിമ. അപ്പോൾ അത് മലയാളികൾക്ക് എപ്പോഴും ഇഷ്ടമാണ്. നമുക്ക് വലിയ കാര്യങ്ങൾ വേണ്ട, നമുക്കറിയാവുന്ന നമുക്ക് ചെറിയ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന കൊച്ചു കാര്യങ്ങളുള്ളൊരു സിനിമ. അപ്പോൾ എനിക്കും അങ്ങനെയുള്ള സിനിമ ഇഷ്ടമാണ്. പിന്നെ ഞാനിത് വായിക്കുന്നത് തിര കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു പടം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കിട്ടുന്ന സ്ക്രിപ്റ്റ് ഇങ്ങനെയാണ്, ഭയങ്കര ലൈറ്റായിട്ടുള്ള ടെൻഷൻസ് ഒന്നും ഇല്ല, കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു സിനിമ. അങ്ങനെ വന്നപ്പോൾ എനിക്കതിലൊരു താല്പര്യം തോന്നുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ക്യാരക്ടർ, ഈ ഗൗതം എന്ന് പറയുന്ന ക്യാരക്ടർ അൻവർ വർക്ക് ചെയ്തതും ഭയങ്കര രസമായിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റൂട്ടിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ്. എല്ലാ റോളുകളും എനിക്ക് ചെയ്യാൻ പറ്റില്ല. സത്യം. ഇത് ഈ ഒരു വിനീത് എനിക്ക് തോന്നുന്നത് എന്നാണെന്നറിയും, വിനീത് ചെയ്ത ഈ ഒരു ക്യാരക്ടർ കാണുമ്പോൾ ചിലപ്പം എനിക്ക് മാത്രമല്ല എല്ലാ പ്രേക്ഷകർക്കും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും, ഇതിപ്പോൾ ഞാനല്ലേ അങ്ങനെ ഒരു ഫീൽ തോന്നുന്ന ഒരു ക്യാരക്ടറാണ് അല്ലേ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ 100% എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നി. കാരണം ഒരു ഓർമ്മക്കുറവും കാര്യങ്ങളും അലസതയൊക്കെ ഉള്ള ഒരു വ്യക്തി അല്ലേ, അത് കുറേ ആൾക്കാർക്ക് ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ തിരക്കിട്ട് ഓരോ ഭാഗത്തേക്ക് പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. ഇപ്പോൾ സെബാൻ തന്നെ പറഞ്ഞല്ലോ, ഫോണ് വെച്ച് മറന്നു എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ബാഗോ നമ്മുടെ ബുക്കോ വെച്ച് മറന്നു. അത് നമ്മൾ കുറേ ടെൻഷൻസിൽ ഇങ്ങനെ ആങ്സൈറ്റിയിലും പല വർക്ക് പ്രഷറാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഇഷ്യൂ ആണെങ്കിൽ അത്, അങ്ങനെ ഓരോ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും മറന്നു പോകും. അപ്പോൾ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തോന്നുന്നു, പ്രത്യേകിച്ച് ഈ ജനറേഷൻ. പിന്നെ ഈ ഒരു ഇതിന് മ്യൂസിക്കൽ ബേസ്ഡ് ഒരു ലവ് സ്റ്റോറിയാണത് അല്ലേ. വിനീതിൻ്റെ തട്ടത്തിൻ മറയത്തിലായാലും അതൊരു മ്യൂസിക്കൽ ബേസ്ഡ് ലവ് സ്റ്റോറിയാണ്. ഈ പ്രണയം ഭയങ്കരമായിട്ട് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമെന്ന് ഒരു സത്യമാണ്. അല്ല, ഇത് തീർച്ചയായിട്ടും എനിക്കങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതാണ്, ഇപ്പോഴും ഉണ്ട് 11 years ആയിട്ട്. ഇപ്പം പ്രണയം ലവ് ബേഴ്സ് കഴിഞ്ഞിട്ട് വൈഫിലേക്ക് മാറി ഇപ്പം അങ്ങനെ പോകുന്നു അല്ലേ. പ്രണയം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മ്യൂസിക്കിനെ നമുക്ക് പ്രണയത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനേ പറ്റില്ല. ഇപ്പോൾ ഒരു ലവ് സ്റ്റോറി ആണെങ്കിൽ അതിന് ഡെഫിനറ്റ്ലി ഒരു മ്യൂസിക്കൽ ആസ്പെക്റ്റും കൂടെ ഉണ്ടാവും. കാരണം മ്യൂസിക്കാണ് നമ്മളെ ആ മൂഡിലേക്ക് എത്തിക്കുന്നത്. ലവ് സ്റ്റോറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരക്ടേഴ്സ് ഘോരമായി സംസാരിച്ച് ഒരു നാടിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞത് ജനങ്ങളിലേക്ക് എത്തിക്കുകയൊന്നുമല്ലല്ലോ. അവരുടെ മനസ്സിലുള്ള ഒരു ഇമോഷൻ
കാണുന്ന ആൾക്കാർക്ക് കണക്ട് ചെയ്യലാണ്. അതിന് മ്യൂസിക് ഭയങ്കരമായിട്ട് ഒരു റോള് ചെയ്യുന്നുണ്ടല്ലേ? ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലെ കഥ പറയുന്നത് ഈ സംഗീതത്തിലൂടെയാണ്. കുറേ കഥ ഇങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഷാൻ ശരിക്കും അതിന്റെ കഥ ഇതിന്റെ മ്യൂസിക്കിന്റെ വേരിയേഷൻസിലാണ് ഇങ്ങനെ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു സംഭവം. ഇപ്പം ഷാന്റെ മ്യൂസിക്കിനെ പറ്റി എന്താണ്? വിനീത, കാരണം വിനീത ഒരു മ്യൂസീഷ്യനാണ്, ഇത് എല്ലാം ചെയ്യുന്നുണ്ട്, പാട്ട് പാടും, മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഷാനയുടെ മ്യൂസിക്കിനെ? അല്ല, ഇപ്പോൾ അൻവർ ഈ സബ്ജക്റ്റ് എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ അൻവറിന് ഷാനെ കൊണ്ട് മ്യൂസിക് ചെയ്യിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത് തന്നെ ഭയങ്കര ഒരു റിലീഫായിരുന്നു. കാരണം ഞാൻ വായിച്ചിഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റ്, അത് ഷാനാണ് അതിൻ്റെ സ്കോറ്, മ്യൂസിക്കിനേക്കാളും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ഷാനാണ് ചെയ്യുന്നതെങ്കിൽ അത് ഷാൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഈ സിനിമ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടിയൊരു ഫീല് ടോട്ടാലിറ്റിയിൽ ഈ സിനിമയ്ക്ക് ഉണ്ടാവും എന്നുള്ളൊരു ഒരു വിശ്വാസം അവിടെ തന്നെ വന്നു. സത്യം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. പാട്ടുകളെന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകൾ പോപ്പുലർ ആവാനും അതുവഴി ജനങ്ങളുടെ തിയേറ്ററിലേക്ക് എത്തിക്കാനും ഒക്കെ പാട്ട് ഭയങ്കരമായിട്ട് റോള് പ്ലേ ചെയ്യും. പക്ഷേ സിനിമയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അപ്പോൾ അത് ഷാൻ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ആ ഏരിയയിൽ ഒരു ഭയങ്കര റിലീഫുള്ള. നിങ്ങൾ രണ്ടുപേരും അത്രയ്ക്ക് കമ്പനിയാണല്ലോ. കാരണം നിങ്ങളുടെ മ്യൂസിക് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാനായൊരു പ്രേക്ഷകനായപ്പോൾ ഞാൻ ആദ്യം തന്നെ ഷാനും വിനീതും കൂടി ചേരുകയാണെങ്കിൽ ലവിനെ ബേസ് ചെയ്ത് ഒരു നല്ല കേൾക്കാൻ ഇമ്പമുള്ളൊരു പാട്ട്, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുക. അത് ഇതിനകത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ നമ്മൾ തട്ടത്തിൻ മറയത്ത് കഴിഞ്ഞിട്ട് തിര നമ്മൾ വേറെ മൂഡിലുള്ള പാട്ടുകളാണ് ചെയ്തത് തിരക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് ഷാൻ എൻ്റെ ഒരു പടത്തിൽ ഇൻവോൾവ് ചെയ്തിട്ട് റൊമാൻറ്റിക് സോങ്സ് ചെയ്യുന്നത് ഇതാണ്. ഓശാന ഞാൻ അത്ര ഇൻവോൾവ് ചെയ്ത സിനിമയാണ്. അത് ജൂഡ് ആൻ്റണി എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്, അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ജൂഡിൻ്റെ പടത്തിൽ അവൻ വിളിച്ച് ഞാൻ പോയി ആ റോള് ചെയ്തതാണ്. അല്ലാതെ എനിക്ക് ആ സിനിമയിൽ വേറെ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. ഞാൻ ശരിക്കും ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പോസിങ് ഒക്കെ ഷാൻ ചെയ്യുന്ന സമയത്തൊക്കെ ചില പാട്ടുകളൊക്കെ ഷാൻ ചെയ്യുമ്പോൾ ഞാനും ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. 1-2 പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ഫാക്ടറായിരുന്നു. ഓർമ്മയുണ്ടോ ഈ മുഖം? അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് ടൈമിൽ അല്ലാതെ തന്നെ ഈ പ്രോജക്റ്റിൻ്റെ കൂടെ ഇങ്ങനെ അതിൻ്റെ പല സ്റ്റേജിലും എന്നെ അൻവറും ഷാനും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അല്ലേ? ആ ഒരു പ്രസൻസ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഞാൻ എവിടെ ഇൻവോൾവ് ചെയ്തിട്ടില്ല. പക്ഷേ ആ സംഗതി വളരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു വളർച്ചയിൽ നമ്മളും കൂടെ കൂടത്തിലുണ്ടായിരുന്നു. നമ്മളവർ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇതിൽ 2 പാട്ട് വിനീത് പാടിയിട്ടുണ്ട് അല്ലേ? അല്ലേ? അപ്പം 1TVക്ക് വേണ്ടി ഒന്ന് മൂളാവും. ഈ മിഴികളിൻ മനം ചേർന്നു ഈ മായതൻ പേരോ പ്രണയം. ഇന്നീ പകലിനെന്തു കാന്തി, ഇന്നീ നഗരമെന്തു ഭംഗി, ഇന്നീ കാറ്റിനെന്തു വേഗം കൺമണി. ഓരോ മാത്രയും ഓർമ്മ താളിൽ സ്വർണവർണ്ണമെന്നോ ഇന്നെൻ മനം വാചാലം കൺമണി. ഈ മിഴികളിൻ മനം ചേർന്നു. നന്നായി, അടിപൊളി. ഇതിൽ ബാക്കിയുള്ള ആക്ടേഴ്സിനെ പറ്റി പറയാം. ഇതിൽ നമിത പ്രമോദാണ് നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. നമിതയുണ്ട്, അജു ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ട്, രോഹിണി ചേച്ചി, ലക്ഷ്മി മാം, ഇടവേള ബാബുചേട്ടൻ, മുകേഷ്. അങ്ങനെ ഒരു സ്റ്റാർ കാസ്റ്റ് ഇതിൻ്റെ പുറകിലുണ്ട്. പിന്നെ കുറച്ച് ന്യൂ ആൾക്കാരും അല്ലേ? സൗമ്യയുണ്ട്, കപ്പ സൗമ്യ ഒരു മെയിൻ റോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്. ഓക്കെ. ഇതിനകത്ത് നമിത എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്നേരം ഒരു കാര്യം ഓർത്തത്, നമിതനോട് ഞാൻ ചോദിച്ചു വിനീതിൻ്റെ ഒപ്പമുള്ള അഭിനയം എങ്ങനെയായിരുന്നു, വിനീത് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ നമിതനോട് പറഞ്ഞു, അയ്യോ പഞ്ച പാവരാ വിനീത്, എന്തൊരു പാവാന്നറിയോ. അതേ ആളോട് ഞാൻ ചോദിക്കുകയാണ്, നമിത എങ്ങനെ ഉണ്ടായിരുന്നു? നമിത വളരെ പാവമാണ്. ഇത് രണ്ടുപേരും പാവം കുറഞ്ഞ് കളിക്കണം, അതാണ് എനിക്ക് അറിയാൻ പറ്റത്തോണ്ട് ഇരിക്കുക. എനിക്ക് ഇത്രയും കോംപ്ലിമെന്റ് തന്ന സ്ഥിതിക്ക് ഇരിക്കട്ടെ. നമിത വളരെ പാവമാണ്. വളരെ പാവമാണ്. അങ്ങോട്ട് പാവാന്ന് പറഞ്ഞുകൊണ്ടാണോ?
അല്ല അങ്ങനെയല്ല, പവർ. ആ കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു നമിതയായിട്ടുള്ള? ഭയങ്കര കംഫർട്ടബിൾ ആർട്ടിസ്റ്റാണ്. എനിക്ക് ഞാൻ ഈ നമ്മളൊരു ലവ് സ്റ്റോറി ചെയ്യുമ്പോൾ നമ്മൾ ഒരു അതിൻ്റെ ലീഡ് ആക്ട്രസുമായിട്ട് ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവണം, ഉണ്ടാവണം. അത് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവണം. അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തായാലും നമിതയോടുള്ള ഒരു സംഭവം ഇഷ്ടപ്പെട്ടു. വിനീത് പറയുന്നത് അതാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാവാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്കൊന്നും പറയാനില്ല, പാവാണ്, രണ്ടുപേരും പാവം, പ്രശ്നം തീർന്നല്ലോ. അപ്പം എന്തായാലും വിനീത് പടം വളരെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വിനീതിൻ്റെ തന്നെ ഡയറക്ഷനിൽ ഒരു പുതിയ പടം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ പടത്തിൻ്റെ എന്തെങ്കിലും വർക്കുകൾ നടക്കുന്നുണ്ടോ? ഡയറക്ഷൻ ഞാൻ നെക്സ്റ്റ് ഇയർ അടുത്ത വർഷമായി. അതെ, അടുത്ത വർഷം, പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പം ഞാനൊരു സിനിമ എഴുതുന്നുണ്ട്. അത് ഡയറക്റ്റ് ചെയ്യുന്നത് ജി പ്രജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമയാണ്. അദ്ദേഹം അസോസിയേറ്റ് ആയിട്ട് മലയാളത്തിൽ ഇപ്പോൾ ഒരു 10-20 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ എല്ലാ പടത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അതെ, അപ്പോൾ പ്രജിത്തേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടം ഞാൻ എഴുതി. നിവിൻ ആണ് മെയിൻ റോള് ചെയ്യുന്നത്. നിവിൻ, അജു, നമ്മുടെ മലർവാടി ഗ്യാങ് കുറച്ച് പേരുണ്ട്. പിന്നെ നമ്മുടെ ടോട്ടൽ ടീമുണ്ട്. അതിൻ്റെ പുറകിൽ ഷാൻ ഉണ്ട്, ജോമോൻ ഉണ്ട്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിനോദ് ഷോർണൂർ, LJ ഫിലിംസിൻ്റെ വിനോദേട്ടൻ. അപ്പോൾ വിനോദേട്ടൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനാണ്. അങ്ങനെ ഒരു ഇൻഹൗസ്. ഇനി എന്നാണ് ഞങ്ങൾക്ക് ഇതുപോലൊരു നായകനായിട്ട് അടുത്ത എന്നാണ്? കിട്ടും വേണം, ഞങ്ങൾക്ക് വേണമല്ലോ, ഞങ്ങളത് പറയണം, ഞങ്ങൾക്ക് വേണം. അല്ല, ഞാൻ 2-3 പടങ്ങൾ ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രീതേട്ടൻ്റെ പടത്തിൽ ഞാനൊരു ചെറിയൊരു വേഷം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 ഫിലിംസും കൂടെ കമ്മിറ്റഡ് ആണ് അതിൻ്റെ. പക്ഷേ അതും ഈ പറയുന്ന പോലെ ഒരു ത്രൂ ഔട്ട് ഹീറോ ഓറിയന്റഡ് ആയിട്ടുള്ള പടങ്ങളല്ല. ഒരുപാട് ക്യാരക്ടേഴ്സിൽ ഒരാളായിട്ട് ഞാനുണ്ട്. ഒരു 2 പടങ്ങളും കൂടെ ഉണ്ട്. ഒരു ഡയറക്ടർ എന്നുള്ള ഇതിൽ നമ്മൾ നോക്കുമ്പം നമ്മുടെ പുതിയൊരു ഡയറക്ടറാണ് ഇതിൻ്റെ അൻവർ. അപ്പം ആ ഒരു കാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിൻ്റെ ഒരു ഇതിനകത്തുള്ള ഒരു ഇൻവോൾവ്മെന്റ്? ഡയറക്ടർ പുതിയതോ പഴയതോ എന്നുള്ളത് ഒരു കാര്യമല്ല, ഒരു ഫാക്ടറല്ല. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മളെ അവർ ഇൻസ്പയർ, നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളോട് കഥ പറഞ്ഞു തരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ തരുമ്പോൾ, നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരെന്ത് സിനിമയാണോ ചെയ്യുന്നു എന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞത് അത് കൃത്യമായിട്ട് അവർ എടുക്കുക എന്ന് പറയുന്നതാണല്ലോ. ആ രീതിയിൽ അൻവർ എൻ്റെ അടുത്ത് എന്താണോ വന്ന് പറഞ്ഞ സിനിമ എന്താണോ അത് തന്നെയാണ് അൻവർ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ പെർഫോമൻസിലൊക്കെ ഒരുപാട് ഇംപ്രവൈസേഷൻസൊക്കെ ചെയ്യും, നന്നായിട്ട് ഗൈഡ് ചെയ്യും. ഇപ്പോൾ ഒരു നല്ല നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് സീനുകളിൽ ഫീൽ ചെയ്യാത്ത പല കാര്യങ്ങളും അൻവർ അത് പറഞ്ഞ് ഫീൽ ചെയ്യും. അത് ചെയ്യുമ്പോൾ അതിൽ കുറേ അഡീഷണൽ എലമെന്റ്സ് വരും. അൻവർ തന്നെ സീനുകൾ ഇംപ്രവൈസ് ചെയ്യും സ്പോട്ടിൽ. അപ്പം അങ്ങനെ അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലേ? എന്തായാലും നമുക്ക് സമയം ഏതാണ്ട് തീർന്നു വരികയാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു സംഭവം ചോദിക്കുകയാണ്. അതിനകത്ത് കണ്ട ഒരു ലുക്കിന് ചെറിയൊരു വ്യത്യാസം എവിടെയൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇവിടുന്ന് ഇത്തിരി കളഞ്ഞ പോലൊരു. അല്ലല്ല, നേരത്തെ ഈ താടി ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ട്രിമ്മർ വെച്ചപ്പോഴേക്കും ഒരു സൈഡ് അങ്ങ് ചെത്തിപ്പോയി. അപ്പൊ വേറെ രക്ഷയില്ല. പക്ഷെ ഇതിനകത്തെ ലുക്ക് പൊളിച്ചു, ഒന്നും പറയാനില്ല. താങ്ക് യു. അടിപൊളി ലുക്ക്. എന്തായാലും വിനീത്, ഇനിയും ഒരുപാട് പടങ്ങൾ ഉണ്ടാവട്ടെ. ഈ പടത്തിന്റെ ഹിറ്റ്, ഈ വിജയം ഞങ്ങളെല്ലാവരും കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഈ സിനിമ 100%. അപ്പം എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പടം ഇനിയും ഒരു 100-200 ഡേയ്സിലേക്കൊക്കെ പോട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.